ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഫൈനാൻഷ്യലി ഗ്രോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു കാര്യം അവരവിടെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. ബഡ്ജറ്റിംഗ് എന്നുള്ളത് ഒരു പ്ലാനിംഗ് ആണ്. പൊതുവെ ആളുകൾ മന്ത്ലി ബേസിസിലാണ് ബഡ്ജറ്റിംഗ് നടത്തുക. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഈ ബഡ്ജറ്റിനെ കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ബഡ്ജറ്റിംഗ് നടത്തുന്നത്? ബേസിക് മണി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന എക്സ്പെൻസസ് എല്ലാം തന്നെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിലോട്ട് കുറച്ച് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ പ്ലാൻസ് ഉള്ള ആളുകളായിരിക്കും പൊതുവെ ബഡ്ജറ്റിംഗ് നടത്തുക. അതായത് എന്തെല്ലാം എക്സ്പെൻസസ് ആണോ ഉണ്ടാവുന്നത്, എന്തെല്ലാം സോഴ്സിൽ നിന്നാണോ ഇൻകം വരുന്നത്, അത് എത്രയൊക്കെയാണ് വരുന്നതെന്നും പോകുന്നതെന്നും എല്ലാ തരത്തിലുള്ള കണക്കുകളും ഏതെങ്കിലും ഒരു പേപ്പറിലുണ്ടായിരിക്കും അവരുടെ കയ്യിൽ. നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റീസും വന്നിരിക്കും. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പൊതുവേ ബഡ്ജറ്റിൽ ആഡ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, വീട്ടിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് കേടായി, അത് നമുക്ക് റിപ്പയർ ചെയ്യണം. ഇത് വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇവിടെയെല്ലാം നമുക്ക് കുറേശ്ശെയായിട്ട് കാശ് ചിലവാകും. അതേസമയം നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർഡ് അല്ല. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കുറച്ചൊന്ന് ഷോക്കാവും. ഈ ഒരു ഷോക്കിൽ നിന്ന് ഒഴിവാകാനായിട്ട് നമുക്ക് ബഡ്ജറ്റിങ്ങിലൂടെ സാധിക്കും. കാരണം എന്താണെന്നാൽ ഈ ബഡ്ജറ്റിൽ നമ്മൾ ഇതുപോലെ വരുന്ന എക്സ്പെൻസസിന് വേണ്ടിയും പൈസ മാറ്റി വെച്ചിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫൈനാൻഷ്യൽ പ്ലാനാണ്. ഈ ഒരു പ്ലാനിൻ്റെ ആബ്സെൻസിൽ നമ്മൾ ഫൈനാൻഷ്യലി ട്രബിളിലാവുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ബഡ്ജറ്റിംഗ് നമ്മൾ എല്ലാ ലെവലിലും നടത്തേണ്ട ഒരു കാര്യമാണ്. ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കാണാം, കോർപ്പറേറ്റ്സ് ബഡ്ജറ്റ് അവതരിപ്പിക്കും. നമ്മളിപ്പോൾ ആ ഭാഗത്തേക്കൊന്നല്ല പോണത്. ബേസിക്കായിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാൻ നോക്കാം. കാരണം ഈ ബഡ്ജറ്റ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയുടെ മേലെ ഒരു കൺട്രോൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഫാമിലി ബഡ്ജറ്റിൽ ഏറ്റവും എസെൻഷ്യലായിട്ട് 3 ഏരിയാസിലാണ് എക്സ്പെൻസസ് വരിക. ഒന്ന് നമ്മുടെ നീഡ്സ്, നമുക്ക് ഒഴിച്ചുകൂടാനായിട്ട് പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഫുഡ്, ക്ലോത്തിങ്. ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റിനെയും ഒരു നീഡായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. അതൊരു ഫാക്റ്റാണ്. അതുപോലെ തന്നെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു നീഡാണ്. ഇതില്ലാതെ നമുക്കിന്ന് ജീവിക്കാനായിട്ട് സാധിക്കില്ല. വളരെ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസിക് ലെവലിൽ ഇതെല്ലാമായിരിക്കും നമ്മുടെ നീഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബഡ്ജറ്റിൽ വരുന്ന രണ്ടാമത്തെ കോമൺ എക്സ്പെൻസ് ആണ് നമ്മുടെ വാണ്ട്സ്. അതായത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒഴിച്ചുകൂടാനായിട്ട് വേണമെങ്കിൽ സാധിക്കും, എങ്കിലും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവയെല്ലാം അഫോർഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവയാണ് നമ്മുടെ വാണ്ട്സ് എന്ന് പറയുന്നത്. ഏതെല്ലാം രീതിയിലാണോ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ആവശ്യമായിട്ടുള്ളത്, ജങ്ക് ഫുഡ്സ് ആവശ്യമായിട്ടുള്ളത്, ഇവയെല്ലാം തന്നെ ഒരു ലിമിറ്റിൽ കൺസ്യൂം ചെയ്യുന്നതിൽ യാതൊരുവിധ മിസ്റ്റേക്കും ഇല്ല. നമ്മുടെ ബഡ്ജറ്റിൽ വരുന്ന മൂന്നാമത്തെ മേജർ എക്സ്പെൻസ് ആണ് നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയയാണ്. അതായത് നമ്മുടെ ഇൻകത്തിലെ ചെറിയൊരു ഭാഗം നമ്മൾ മാറ്റി വയ്ക്കണം ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റിന് വേണ്ടി. ലോകത്തെ ഒരിക്കലും നമ്മൾ സെർട്ടൈനായിട്ട് കാണരുത്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകം എല്ലായ്പ്പോഴും അൺസെർട്ടൈനാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹാപ്പിനെസ് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പോലും അറിയാത്തൊരു സിറ്റുവേഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി നമ്മൾ തീർച്ചയായും പ്രിപ്പയർഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ ഒരുപക്ഷെ അതിനൊരു കോൺസിക്വൻസ് ഉണ്ടായെന്നിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ്, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാറൊന്ന് റിപ്പയർ ചെയ്യണം, അതല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ഇൻസ്ട്രുമെൻറ്റ് റിപ്പയർ ചെയ്യണം. ഇതെല്ലാം തന്നെ നമുക്ക് വരുന്ന ഒരു എക്സ്ട്രാ കോസ്റ്റാണ്. ഇതിനെല്ലാം കൂടി നമ്മളൊന്ന് പ്രിപ്പയർ ആയിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതെല്ലാം തന്നെ ഏത് സമയവും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മറ്റാരും തന്നെ നമുക്ക് വേണ്ടി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ സ്വയം ഏറ്റെടുക്കണം. അതിനുവേണ്ടി ഈ ഒരു ഏരിയ നമ്മുടെ ബഡ്ജറ്റിൽ തീർച്ചയായും ഇൻക്ലൂഡ് ചെയ്യണം. ബഡ്ജറ്റിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ പല ആളുകളും ഈ ഒരു റൂൾ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരാൾ ജോലി ചെയ്യുന്നത് 25,000 രൂപയ്ക്കാണ്, എന്നാൽ ഫോൺ 50,000-ൻ്റെ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ഐഫോൺ ഓൺ ചെയ്യുക എന്നുള്ളത് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് കരുതുന്ന ആൾക്കാരുണ്ട്. ഓഫ് കോഴ്സ് ആപ്പിൾ ആ ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ ആ ഒരു രീതിയിലാണ്. അത് വേറൊരു ഏരിയ. ബഡ്ജറ്റിങ്ങിൽ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകുന്നത് നമ്മുടെ എക്സ്പെൻസസിനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ഓരോരുത്തരും മണി സ്പെൻഡ് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. എല്ലാവരും ഒരേപോലെ എല്ലാ മണി സ്പെൻഡ് ചെയ്യുക. അതായത് എക്സ്പെൻസ് എന്നുള്ളത് ഒരു മൈൻഡ് സെറ്റ് കൂടിയാണ്. മണി സ്പെൻഡിങ് എന്നുള്ളത് ഒരു ഹാബിറ്റാണെന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് കൂടുതൽ എഫക്റ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹാബിറ്റിന്മേലും ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ നമ്മുടെ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമ്മുടെ കയ്യിൽ എല്ലായ്പ്പോഴും ഉണ്ടാവണം.
ഈ രീതിയിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഏതെല്ലാം രീതിയിലാണ് മണി സ്പെൻഡ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവും. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിൽ പ്രസൻറ്റ് ഡേയിൽ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നമ്മളെ തന്നെ സ്വയം ചേഞ്ച് ചെയ്യുകയാണ് ഏത് രീതിയിലാണ് നമ്മൾ നമ്മുടെ മണി സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ബേസിസിൽ. ഈ ഒരു മൈൻഡ് സെറ്റിലുള്ള ചേഞ്ചും അതുപോലെ തന്നെ ഹാബിറ്റ് ചേഞ്ചും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആബ്സെൻസിൽ നമ്മൾ എത്രത്തോളം ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടും യാതൊരുവിധ യൂസും ഉണ്ടാവില്ല. കാരണം നമ്മൾ ചെയ്തിരുന്ന മിസ്റ്റേക്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെല്ലാം തന്നെ പേപ്പറിൽ ആഡപ്പ് ചെയ്തുകൊണ്ട് യാതൊരുവിധ ചേഞ്ചും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്ന് കൂടി ആലോചിക്കണം. പെട്ടെന്ന് ഏതെങ്കിലും ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സിനെ അസസ് ചെയ്തുകൊണ്ട് അത് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾസിന് വേണ്ടി. നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് എന്നുള്ളത് നമ്മൾ ഏത് ടൈപ്പ് ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ചില ഫാമിലിയിൽ 5 വ്യക്തികളായിരിക്കാം, അതല്ലെങ്കിൽ 6 ആയിരിക്കാം, 4 ആയിരിക്കാം, 8 ആയിരിക്കാം. ഇതുപോലെ നമ്പേഴ്സിൽ വാരി ചെയ്യും. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ വ്യക്തികളുടെ എല്ലാം തന്നെ സ്പെൻഡിങ് ഹാബിറ്റ്സ്. ചിലർ വളരെയധികം പിശുക്ക് കാണിക്കുന്ന ആളുകളായിരിക്കാം, ചിലർ അവർ ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം. ചില കുടുംബങ്ങളിൽ രോഗികളുണ്ടായിരിക്കും, അവരുടെ എക്സ്പെൻസ് മറ്റു ഫാമിലീസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലായിരിക്കും. ഇതുപോലെ പല ഫാക്ടേഴ്സിൽ കൂടി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പല ഫാമിലിയിലും മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരിക്കലും ബഡ്ജറ്റിന് ഒരു തമ്പ് റൂൾ നൽകാനായിട്ട് സാധിക്കില്ല ഈ രീതിയിലെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും നൽകുന്നില്ല. കാരണം അതൊരു പക്ഷേ ഒരാൾക്ക് പോലും വാലിഡ് അല്ലാത്തൊരു കാര്യമായിരിക്കും. ഇനി ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്പർ 1, ഇവാലുവേറ്റ് യുവർ കറൻറ്റ് സിറ്റുവേഷൻ. ഇത് കോമൺ സെൻസ് മാത്രമാണ്. ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് എത്രത്തോളം റെഗുലർ ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, എത്രത്തോളം പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, എത്രത്തോളം സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് അസസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ എന്തെല്ലാം അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നും നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ എക്സ്പെൻസസിനെയും നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മുടെ വീടിന്മേൽ നമുക്ക് എത്രത്തോളം പൈസ ചിലവാക്കേണ്ടതായിട്ട് വരും, നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടോ, ഏതെല്ലാം ഏരിയാസിലാണ് നമുക്ക് ലോൺ ഉള്ളത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും അസസ് ചെയ്യുക. അതേസമയം ഈ രീതിയിൽ കാൽക്കുലേഷൻസ് നടത്തുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഡീറ്റെയിൽഡ് ആവാതിരിക്കാനും ശ്രമിക്കുക. കാരണം മണി എന്നുള്ളത് വളരെയധികം വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇത് കൂടിയും കുറഞ്ഞിരിക്കും. ക്യാഷ് എന്നുള്ളത് വരാനായിട്ടും പോകാനായിട്ടും വളരെയധികം എളുപ്പമാണ്. അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റിൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് എക്സാക്ട്ലി അതുപോലെ തന്നെ പ്രാക്ടിക്കലി നടന്നുകൊള്ളണമെന്നില്ല. അന്നേരം നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഒരു ഫെയിലിയർ ആണെന്ന് തോന്നി തുടങ്ങും. ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് ഒരുപാട് ഡീറ്റെയിൽഡ് ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാത്തിനും നമ്മളൊരു റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരിക്കലും എക്സാക്ട് നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കരുത് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം ഏതെല്ലാം എക്സ്പെൻസസ് ആണ് ഫിക്സ്ഡ് ആയിട്ടുള്ളതെന്നും ഏതെല്ലാം എക്സ്പെൻസസ് ആണ് ഓരോ വർഷവും വേരി ചെയ്യുക എന്നുള്ളത്. നമ്പർ 2, ക്രിയേറ്റ് ഗോൾസ്. നമ്മുടെ ബഡ്ജറ്റ് എത്രത്തോളം സക്സസ് ആയെന്നും എത്രത്തോളം ഫെയിലിയർ ആയെന്നും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം നമ്മുടെ ഫാമിലി പ്രയോറിറ്റീസിൽ സ്റ്റിക്ക് ചെയ്ത് നിന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫാമിലി ബഡ്ജറ്റാണ്. ഒരു ഫാമിലിയിൽ 4, 5, 6 ആളുകൾ ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് ആയിരിക്കരുത്. ഇതിൽ ഫാമിലിയിലെ മറ്റുള്ള ആളുകളുടെ കൂടി നിർദ്ദേശങ്ങൾ തേടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അല്ലാത്ത കണ്ടീഷനിൽ ഇത് തീർച്ചയായിട്ടും ഒരു ഫെയിലിയർ ആയിരിക്കും. കാരണം മറ്റുള്ള ആളുകൾക്കും അവരുടേതായ കണ്ടീഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ആവശ്യങ്ങളും ഉണ്ട്. ഈ കാര്യങ്ങൾക്ക് കൂടി നമ്മൾ പ്രയോറിറ്റീസ് നൽകണം. വീട്ടിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്, അതുപോലെ തന്നെ എന്തെല്ലാം സാധനങ്ങളാണ് ആവശ്യം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുക. ഈ കാര്യങ്ങളൊന്നും തന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കരുത്. ഇറ്റ് റിയലി സ്റ്റാർട്ട്സ് വിത്ത് ഡിസ്കസിങ് വാല്യൂസ് ആൻഡ് ഗോൾസ്. ഇവിടെ ആക്ച്വലി നമുക്കൊരു ടീം വർക്കാണ് ആവശ്യം. ഒരു കുടുംബത്തിൽ എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ടെന്നും ആ കുടുംബത്തിലെ മൂല്യങ്ങൾ എന്തെല്ലാമാണെന്നുമെല്ലാം തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുക. ഒരാൾക്ക് ഒരു പക്ഷേ കുട്ടിയെ നോക്കാനായിട്ട് വീട്ടിലിരിക്കേണ്ടി വരും, ഒരാൾ ഒരു പക്ഷേ റിട്ടയർമെൻറ്റ് സ്റ്റേജിലായിരിക്കാം. അന്നേരം ഒരാൾക്കൊരു ഗോൾ ഉണ്ടാവുകയാണ്, അതായത് ലോകം മുഴുവൻ ചുറ്റിക്കാണണമെന്ന്. ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിൽ നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് ഈ ഒരു ഗോൾ റിയലിസ്റ്റിക്കലി അച്ചീവബിൾ ആണോ എന്ന് പ്രോപ്പറായിട്ട് അസസ് ചെയ്യുക. ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്പർ 3, ട്രിം കോസ്റ്റ്. നമുക്കൊരു ലക്ഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള സ്റ്റെപ്സിലേക്കായിരിക്കണം. ഇവിടുത്തെ കേസിൽ അതെന്താ, നമ്മൾ നമ്മുടെ എക്സ്പെൻസസ് എല്ലാം തന്നെ കട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മളെ ഫൈനാൻഷ്യലി പ്രിപ്പയർ ചെയ്തെടുക്കുക. നമുക്ക് നമ്മുടെ പൈസ സേവ് ചെയ്യാനോ അതല്ലെങ്കിൽ ലോൺ അടയ്ക്കാനോ തികയാത്തൊരവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ ഏത് കാറ്റഗറിയിലാണോ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ കുറച്ചൊന്ന് ട്രിം ചെയ്യുക. അതായത് അവിടെ ഒരു കോസ്റ്റ് കട്ടിങ് നടത്തുക. ഫോർ എക്സാമ്പിൾ, പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നീഡല്ല, അത് നമ്മുടെ ഒരു വാണ്ടാണ്.
അതായത് നമ്മളതൊരു ഫണ്ണിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്കൊരു പക്ഷേ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിന് പകരം നമുക്ക് എന്താ ചെയ്യാനായിട്ട് സാധിക്കുക? കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ബേസിസിൽ നോക്കുന്ന സമയത്ത് ഗ്രോസറീസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക, അതും ബൾക്കായിട്ട് വാങ്ങുന്ന സമയത്ത് എന്താ അഡ്വാൻറ്റേജ്? അവിടെ നമ്മൾ നടത്തുന്ന ഒരു കോസ്റ്റ് കട്ടിംഗ് ആണ്. ഇതുപോലെ ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് കൂടുതൽ ടേസ്റ്റിയറുമാണ്, അതേസമയം കൂടുതൽ ഹെൽത്തിയറും ആയിട്ടുള്ള ഫുഡ് വീട്ടിൽ തന്നെ കുക്ക് ചെയ്തുകൊണ്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ബഡ്ജറ്റിൻ്റെ എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്നാൽ ഒരു ഫാമിലിയിലെ സൈസ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു ബഡ്ജറ്റിനെ ഒരിക്കലും അത് എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മാറ്റർ ആയിട്ടുള്ളത് എന്താണെന്നാൽ എത്ര പേർക്കാണ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു പോയിൻ്റാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ആ ഫാമിലിയിൽ എത്രത്തോളം ആളുകളുണ്ട് എന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫാമിലിക്കകത്ത് 10 ആളുകളുണ്ടെങ്കിൽ പോലും അതിലെ 6 ആളുകൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ബഡ്ജറ്റിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അതായത് നമ്മുടെ എക്സ്പെൻസ് ഒരുപാട് ചുരുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അതേസമയം ഒരു ഫാമിലിയിൽ 5 ആളുകളേ ഉള്ളൂ, എന്നാൽ ഒരാൾ മാത്രമാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും. ഈ ഒരു ഡിഫറൻസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നമ്പർ 4, ബിൽഡ് സേവിങ്സ്. പ്രോപ്പറായിട്ട് എക്സ്പെൻസസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സേവിങ്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടാണ്. മൾട്ടിപ്ലൈ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം തന്നെ നമുക്ക് സേവിങ്സ് ബിൽഡ് ചെയ്ത് തുടങ്ങണം. അതായത് പൈസ കുറച്ചൊന്ന് മാറ്റി വെച്ച് തുടങ്ങണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പൈസ മാറ്റി വയ്ക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാനായിട്ട് തന്നെയാണ് പ്രൈമറിലി. സെക്കൻഡറിലി എന്തെങ്കിലും ഒരു എമർജൻസി കേസിന്. അതിനുശേഷമാണ് നമ്മൾ ഇത്തരത്തിൽ മാറ്റി വെച്ച പൈസ പ്രോപ്പറായ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത്. നമ്മൾ ഫൈനാൻഷ്യലി ഒരു ഹെൽത്തിയർ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു ഫീല് വന്നു തുടങ്ങിയാൽ പിന്നീട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ട്സിലോ എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുപോലെ സേവ് ചെയ്ത് വെച്ച നമ്മുടെ പൈസയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി എത്രത്തോളം പൈസ നമ്മൾ ഉണ്ടാക്കി എന്നതല്ല, മറിച്ച് എത്രത്തോളം പൈസ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതിലാണ് നമ്മുടെ ഫൈനാൻഷ്യൽ അച്ചീവ്മെൻറ്റ്സ് ഇരിക്കുന്നത്. അതായത് മറ്റുള്ള ആളുകൾ നമ്മുടെ ക്യാഷ് എടുക്കുന്നതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് നമുക്ക് നമ്മുടെ ക്യാഷിന്മേൽ ഒരു കവർ അത്യാവശ്യമായിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ഇൻഷുറൻസസ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടാണ്. ഈ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മുടെ എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കും. ഈ എമർജൻസി ഫണ്ടിന് വരുന്ന ഏറ്റവും വലിയ ത്രെട്ടായിരിക്കും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ്. ഈ ഒരു ഹോസ്പിറ്റൽ കേസിൽ നിന്ന് നമ്മുടെ എമർജൻസി ഫണ്ടിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് സാധിക്കും ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വഴി. എന്തിനു വേണ്ടിയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്? ഇതിന് പ്രധാനമായിട്ടും 2 പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ നമ്മളെ ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ഹോസ്പിറ്റലിൽ തീർച്ചയായിട്ടും ഫീസ് കൂടുതലായിരിക്കും, എന്നാൽ അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻസിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി. 90% കേസിലും നമ്മുടെ എമർജൻസി ഫണ്ടിൽ ഒരു ത്രെട്ട് ഉണ്ടാവുക ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് മൂലമായിരിക്കും. ഇതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുക. ഇത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഭാഗമാക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മണി മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ നമ്മുടെ സേവിങ്സിന് ഒരു ത്രെട്ടായിട്ട് വരുന്നത് ഒരു ഹോസ്പിറ്റൽ കേസ് മാത്രമല്ല, പെട്ടെന്ന് നമുക്ക് ജോലി നഷ്ടപ്പെടുകയാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സേവിങ്സിനൊരു ത്രെട്ടാണ്. അതുകൊണ്ട് നമ്മുടെ സേവിങ്സിൽ എമർജൻസി ഫണ്ടായിട്ട് 6 മാസത്തേക്ക് നമുക്കും നമ്മുടെ ഫാമിലിക്കും ഒരു പ്രശ്നമില്ലാതെ കഴിയാനായിട്ടുള്ള പൈസ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിനെ ഒരു തമ്പ് റൂൾ പോലെ കരുതുക. ഇപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ടുള്ള പ്രയത്നങ്ങൾ നടത്തുക. നമ്പർ 5, ഗെറ്റ് ഔട്ട് ഓഫ് ഡെപ്റ്റ്. പല ആളുകളും നോർമലി ചെയ്യുന്ന ഒരു കാര്യമാണ് ലോൺ എടുക്കുക എന്നുള്ളത്, വീടിന്മേലോ കാറിന്മേലോ എല്ലാം. എന്നാൽ ആവശ്യത്തിന് സേവിങ്സ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സ്റ്റേജിൽ ഈ ലോണിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്നാൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ലോസ് ആയിരിക്കും സംഭവിക്കുക ലോങ് ടൈമിൽ. അതുകൊണ്ട് കൂടുതൽ സേവിങ്സിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ സേവിങ്സ് കൂട്ടി വരുന്നതിന് പകരം ഇതേ സേവിങ്സിൽ നിന്ന് തന്നെ പൈസ എടുത്തുകൊണ്ട് ആ ലോൺ അവസാനിപ്പിക്കാനായിട്ടും ശ്രമിക്കുക. നമ്പർ 6, ചെക്ക് ഇൻ ഫ്രീക്വൻ്റ്ലി. പൊതുവേ നമ്മളൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് 1 മാസത്തേക്കായിരിക്കും. എന്നാൽ ഈ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് നോക്കേണ്ടത് 1 മാസത്തിന് ശേഷമല്ല, പകരം ഇടയ്ക്ക് അതൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നമ്മൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ഒരു കോസ്റ്റ് കട്ടിങ് നടത്തുക. എന്നിട്ട് അവിടെ നടത്തിയ ആ ഒരു കോസ്റ്റ് കട്ടിങ് നമ്മൾ സേവിങ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നീട് ഈ സേവ് ചെയ്ത മണി ഇൻവെസ്റ്റ് ചെയ്യാനും ശ്രമിക്കുക. നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാങ്ങിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള ആളുകളുടെ പ്രയോറിറ്റീസ് പലപ്പോഴും ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പലരുടെയും ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യും. ഇതെല്ലാം വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനനുസരിച്ച് ചില ചേഞ്ചസ് നമ്മുടെ ബഡ്ജറ്റിലും ചില സമയത്ത് വരുത്തേണ്ടതായിട്ടും വരും. അതേസമയം ചില ആളുകൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഗെയിമിനെ പോലെയാണ്. അതായത് ഇത്രത്തോളം പൈസ ഒരു മാസം ഉണ്ടാക്കുന്നത് ഒരു ഗോളായിട്ട് കൺസിഡർ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്രത്തോളം പൈസ ബാങ്ക് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന ആളുകളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഫണ്ടിന് വേണ്ടി ചെയ്യാം. അതേസമയം നമ്മുടെ ഫൈനാൻസ് മാനേജായി പോവുകയും ചെയ്യും.
അതിനുശേഷം മാസാവസാനം ഈ മാസം സ്പെൻഡ് ചെയ്ത കണക്കുകളെല്ലാം ഒന്ന് എടുത്തു നോക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ മാസത്തെ വെച്ച് കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യുന്നത് വഴി നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് എങ്ങനെ ചേഞ്ച് ആയി എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എത്രത്തോളം ഫൈനാൻസ് നമ്മൾ മാനേജ് ചെയ്തതെന്നും നമുക്ക് പ്രോപ്പറായിട്ട് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മുടെ ബഡ്ജറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫാമിലിയിലെ ഓരോ വ്യക്തികളും ഏൺ ചെയ്ത എമൗണ്ട് ഏതെല്ലാം രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ടുള്ളതെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫാമിലി ബഡ്ജറ്റ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് പലരും ഒരു ഫൈനാൻഷ്യൽ ട്രബിളിലേക്ക് കടന്ന് കയറുന്നത് തന്നെ. കാരണം പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നില്ല തങ്ങൾ ഏൺ ചെയ്യുന്നതിലെ എത്രത്തോളമാണ് തങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന്. പലപ്പോഴും ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഇതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത അവസ്ഥയിൽ എന്താ സംഭവിക്കുക? ആ ഫാമിലി തീർച്ചയായിട്ടും കടത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. എന്നാൽ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപേ തന്നെ അറിയാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻകം ഏതെല്ലാം ഏരിയാസിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാനായിട്ട് പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മാസം ഫൈനാൻഷ്യലി ബാലൻസ്ഡ് ആയിരിക്കുമോ അല്ലയോ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കും. എസ്പെഷ്യലി കുറച്ച് ഇൻകം മാത്രം ജനറേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം കൂടുതൽ പൈസ ഒരാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ഇത്തരത്തിലൊരു ബഡ്ജറ്റ് മാസത്തിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അയാളെ അത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാനായിട്ട് പോണില്ല. അതിന് കാരണം എന്താണെന്നാൽ നീഡ്സ് എന്നുള്ള കാറ്റഗറി എല്ലാവർക്കും കോമൺ ആണ്. ഇവിടെ എഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയോ അതല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുക. ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ടേക്ക് കെയർ.